നമസ്കാരം. ഈശ്വര സങ്കല്പത്തിന്റെയും സാക്ഷാത്കാരത്തിന്റെയും പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രമെന്നാൽ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ്. നാടിന്റെ ഉയർച്ചയ്ക്ക് ക്ഷേത്രം അനിവാര്യമാണ്. അഭീഷ്ടവരദായകനും ആശ്രിത വത്സലുമായ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അർജുൻ സൗണ്ട്സിന്റെ ഈ യാത്ര. ഉദുമ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഏകദേശം 900 വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഉദുമ പള്ളം തെക്കേക്കര എന്ന സ്ഥലത്താണ്. കാശിനാഥനിൽ നിന്ന് ഹനുമാൻ സ്വാമി സാലിഗ്രാമം കൊണ്ടുവരികയും ഉദയം കാണുന്ന നേരത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠാപിക്കണമെന്ന ഋഷിമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഈ സ്ഥലത്തിന് ഉദയമംഗലം എന്ന പേര് വരികയും പിന്നീട് അത് ലോപിച്ച് ഉദുമ എന്നും അറിയപ്പെട്ടു. പരിഷ്കൃതം തരുപല്ലവമാലാഭിः സർവതഃ സമലംകൃതം പ്രജാസ്തം ദീപകൽഭിः സംവൃതാശേഷമംഗളയ്യ അഭിയോർമിഷ്ടകന്യാശ്ചാമിഷ്ടകുണ്ഡലമണ്ഡിതാः ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ചർത്തജാം വേശഭവനം മേരസ്തൂയമാനോ ഗതസ്മയാം പൂജിതഃ പൂജയാമാസാ തത്ര തത്ര മഹായശാഃ പൗരാൻ ജാനപദാംസ്താം പ്രീതപ്രിയവരപ്രദാം സൈവമാദീന്യനവദ്യജ്യേഷ്ഠിതാം കർമാണി ഭൂയാംസി മഹാൻ മഹത്തമാം കുർവൻസി സാസാവനിമണ്ഡലം വിശസ്ഥിതം നിധായാനുരേ പരംവദം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പാടി തറവാട്ടുകാർ ഇതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിച്ചിട്ടും അത് നടന്നില്ല. 1983 ചെറുപ്പാടി കളരിക്കൽ തറവാട്ടിൽ ഒരു സ്വർണ്ണ പ്രശ്നം നടത്തുകയും ഈ ക്ഷേത്ര നിർമ്മാണം അനിവാര്യമാണെന്ന് കാണുകയും ചെയ്തു. ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 900 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ആഞ്ജനേയ സ്വാമിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് അന്ന് ഐതിഹ്യം. ഇത് നമ്മൾക്കുള്ള തലമുറകൾ കൈമാറി വന്ന ഒരു ചരിത്രം മാത്രമാണ്. ഇത് ആധികാരികമായ ഗ്രന്ഥങ്ങളോ കാര്യങ്ങളോ നമുക്ക് അതിനെപ്പറ്റിയില്ല. എന്നിരുന്നാൽ കേട്ടറിവിലൂടെ നമ്മുടെ തലമുറകൾ കേട്ടറിവിലുള്ള അറിവാണ്. നമ്മുടെ ഭക്തജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാന്റെ കഥകൾ. നമ്മൾ ഏത് കാര്യത്തെപ്പറ്റി ഭഗവാനോട് നമ്മളൊക്കെ അപേക്ഷിക്കുന്നുവോ അത് തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാക്കി തരുന്നതാണ് ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏതൊരു ഭക്തനും അനുഭവത്തിലൂടെ സിദ്ധിച്ച ഒരു കാര്യങ്ങളാണ്. 1983 ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങളിലുള്ള ഒരു അഷ്ടമംഗല പ്രശ്നം ശ്രീ ചെരിപ്പാടി കളരിക്കൽ തറവാട് ഭവനത്തിൽ വെച്ച് നടത്തുകയും അവിടുന്ന് 1984 ഒരു ഭജനമന്ദിരം സ്ഥാപിച്ചുകൊണ്ട് അതിൽ എല്ലാ വ്യാഴാഴ്ചയും ഭജനം നടത്തി അങ്ങനെ ഈ ദൈവചൈതന്യം കൊണ്ടുവരാൻ വേണ്ടി പൂർവിക സ്ഥലം പള്ളം തെക്കേക്കര എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നും പോയി ദേവൻ്റെ ചൈതന്യത്തെ വിഭവത്തെ ആവാഹിച്ച് എത്തിക്കാനുള്ളൊരു സംവിധാനമായിട്ട് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട വിധിപ്രകാരം അവൻ ഭജനം എല്ലാ വ്യാഴാഴ്ച നടത്തി കൊണ്ടുവരികയും 1985 ക്ഷേത്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള കുറ്റിയടിക്കുകയും 88 പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശം നടത്തുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിനു വേണ്ടി ചെറുപ്പാടി കളരിക്കൽ ദേവസ്വം ഭൂമിയിൽ നിന്ന് ചെറുപ്പാടി ശ്രീ കുഞ്ഞിക്കണ്ണൻ നായർ അവർകൾ ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രീ ചെരിപ്പാടി കളരിക്കൽ ദേവസ്വം ഭൂമിയിൽ നിന്നും അന്നത്തെ കാരണവരായ ശ്രീ ചെരിപ്പാടി കുഞ്ഞിക്കണ്ണൻ നായരാണ് അനുവദിച്ചു തന്നതും. തറവാട്ടുകാരുടെ കൂടെ നാട്ടുകാരും ചേർന്ന് 1984 ജനുവരിയിൽ ഈ ഭൂമിയിൽ ഒരു ഭജനമന്ദിരം സ്ഥാപിക്കുകയും 1985 ഡിസംബറിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും 1988 ഫെബ്രുവരിയിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടത്തുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിവര്യർ ബ്രഹ്മശ്രീ ഉച്ചില്ലത്ത് പത്മനാഭൻ തന്ത്രി അവർകളാണ്. ഈ ക്ഷേത്രത്തിൽ മൂലപ്രതിഷ്ഠയായി ചതുർബാഹു ശ്രീ മഹാവിഷ്ണുവും ഉപദേവതകളായി ശ്രീ ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, ശ്രീ മഹാലക്ഷ്മി, ശ്രീ ആഞ്ജനേയ സ്വാമിയും നിലകൊള്ളും. 1995 മുതൽ 2000 വരെ ഇവിടെ ഭാഗവത സപ്താഹം നടത്തുകയുണ്ടായി. രാവിലെ 5:30 നട തുറന്ന് 8 മണിക്ക് ഉഷപൂജയും
12:30 ഉച്ചപൂജയും രാത്രി 8 മണിക്ക് അത്താഴപൂജയും നടക്കുന്നു. മേടമാസത്തിലെ സംക്രമണത്തിന് കൊടിയേറ്റം നടന്ന് 6 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. കർക്കടകത്തിൽ തിരുനിറയും, ത്രിപുത്തരി, ഹനുമാൻ ജയന്തി, വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, മണ്ഡലപൂജ, നവരാത്രി, വൈശാഖ മാസത്തിലെ ഏകാദശി എന്നീ ഉത്സവങ്ങൾ കൂടാതെ കർക്കടകത്തിലെ രാമായണ മാസവും കൊണ്ടാടുന്നു. മിഥുനം 11-നാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. നിറമാല, ചുറ്റുവിളക്ക്, സത്യനാരായണ പൂജ, പാൽപ്പായസം എന്നിവ ഇവിടുത്തെ ഇഷ്ട നൈവേദ്യങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി കാണുന്ന ഇവിടുത്തെ ക്ഷേത്രക്കുളം വളരെ ആകർഷണീയമാണ്. 1995-ൽ ഒരു രജിസ്റ്റേർഡ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും തുടർന്നുള്ള ക്ഷേത്ര പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റി വളരെ ഭംഗിയായി നിറവേറ്റി വരികയും ചെയ്യുന്നു.